Dear students, ഇന്ന് നമ്മൾ കാൻഡർ സെറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. കാൻഡർ സെറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡിൽ പോർഷനിൽ മിഡിൽ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കും. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവൽ 0, 1 ഞാൻ ഇങ്ങനെ എടുത്ത് സെറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ എന്നിട്ട് ഇപ്പം കാൻഡർ സെറ്റിൻ്റെ ലെഫ്റ്റ് പോയിന്റും റൈറ്റ് പോയിന്റും ഒക്കെ നമ്മൾ നോക്കി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു അതൊരു റാഷണൽ നമ്പറിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് കൗണ്ടബിൾ ആണ് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് കാൻഡർ സെറ്റിൻ്റെ ലെങ്ത് ആണ്. അതിന് 0 ലെങ്ത് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിലാണ് ഇങ്ങനെ കട്ട് ചെയ്ത് പോയി. നമുക്ക് കുറച്ച് നമ്മുടെ മനസ്സിൽ ഇപ്പം നിൽക്കുന്നത് കുറച്ച് റാഷണൽ നമ്പേഴ്സ് മാത്രമാണ്, അതായത് എൻ പോയിന്റ്സ് മാത്രമായിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തോന്നി അതൊരു കൗണ്ടബിൾ സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ കാൻഡർ സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്കൂടെ കുറച്ച് പോയിന്റ്സ് മാത്രമായിട്ട് വരുന്ന ഒരു സെറ്റാണെന്നാണ് അല്ലേ. ദ ഇൻഫർമേഷൻ വാസ് കളക്ടഡ് സജസ്റ്റ് എ മെന്റൽ പിക്ചർ ഓഫ് സി ആസ് റിലേറ്റീവ്ലി സ്മോൾ തിൻ സെറ്റ്. ഈ റീസൺസ് കൊണ്ട് തന്നെ നമ്മൾ ഈ കാൻഡർ സെറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് കാൻഡർ ഡസ്റ്റ്. കാരണം ഇങ്ങനെ പൊടി പോലെ അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് പോയിന്റ്സ് കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇവിടെ ആദ്യം പറയുന്നത് ഫസ്റ്റ്ലി സി ഈസ് ആക്ച്വലി അൺകൗണ്ടബിൾ. സി എന്ന് പറഞ്ഞ സെറ്റ് അൺകൗണ്ടബിൾ ആണ്. അതിന്റെ കാർഡിനാലിറ്റി ഈസ് ഈക്വലന്റ് ടു ദ കാർഡിനാലിറ്റി ഓഫ് ആർ. അതിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി ഈസ് ഇക്വലന്റ്ലി അല്ലെങ്കിൽ ഈക്വൽ ടു കാർഡിനാലിറ്റി ആണ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ആർ. നമുക്കറിയാം ആർ എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ സെറ്റാണ്. അതുപോലെ തന്നെയാണ് സിയും ഒരു അൺകൗണ്ടബിൾ സെറ്റാണ്. അപ്പോൾ അതിൻ്റെ കാർഡിനാലിറ്റി രണ്ടും അൺകൗണ്ടബിൾ ആയതുകൊണ്ട് നമുക്ക് പറയാം ഈക്വൽ ആണ്. ഓക്കെ, നമുക്കിതിനെയും എന്തുകൊണ്ടാണ് ഇത് അൺകൗണ്ടബിൾ ആണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. നമുക്കപ്പം ഒരു 1-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ സി ആൻഡ് ദ സീക്വൻസ് ഓഫ് ദി ഫോം n equal to 1 to infinity where an equal to 0 or 1. അപ്പോൾ സിയിലെ നമുക്ക് പോയിന്റ്സിനെ ഒരു സീക്വൻസ് നമുക്കറിയാം, എന്നുമായിട്ട് 1-1 കറസ്പോണ്ടൻസ് വരുന്നതാണ് സീക്വൻസ് അല്ലേ. അപ്പോൾ നമുക്ക് സിയിലെ ഒരു എലമെന്റ്സിനെ നമ്മുടെ സീക്വൻസുമായിട്ട് ഒരു 1-1 കറസ്പോണ്ടൻസ് ഉണ്ടാവുമോ എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, for each C belongs to C, set A1 equal to 0 if C falls in the left hand component of C1 and set A1 equal to 1 if C falls in the right hand component. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ട് പോയിന്റ്സ് വരും, ലെഫ്റ്റിലും റൈറ്റിലും, അതായത് മിഡിൽ പോർഷൻ ആണ് എപ്പോഴും കട്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോയിന്റ്സ് വരുന്ന ആൾക്കാർ അവിടെ നിൽക്കും. അതൊരിക്കലും, അതായത് എൻ പോയിന്റ്സ് വരുന്ന ആൾക്കാരൊന്നും കട്ട് ചെയ്ത് പോകത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സി എന്ന് പറഞ്ഞ സെറ്റ് നമുക്കറിയാം ഇതിന്റെ ഇന്റർസെക്ഷൻ ആണ് C1 C2 എക്സെട്ര CN എക്സെട്രയുടെ ഇന്റർസെക്ഷൻ ആണ് സി. അപ്പം നമ്മൾ എടുക്കുവാണ് C belongs to C. For each C belongs to C, A1 equal to 0, C falls in the left hand component of C1. C1ലെ ലെഫ്റ്റ് ഹാൻഡ് കമ്പോണന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ A1 equal to 0 എന്നും റൈറ്റ് ഹാൻഡ് കമ്പോണന്റ് ആണെങ്കിൽ അതിനെ 1 എന്നും ഡിനോട്ട് ചെയ്യും. ഓക്കെ, and the set A1 equal to 1 if C falls in the right hand component. ഓക്കെ, അപ്പം C1ന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി അടുത്തത് C2. There are now 2 possible components of C2 that might contain C. We set A2 equal to 0 for the left and 1 for the right. Okay, continuing this way, we come to see that every element C belongs to yield a sequence A1, A2, etc. Sequence ആണ് of zeros and ones. അപ്പോൾ നമ്മൾ C1-നകത്ത് നമുക്ക് 2 പോയിന്റേ ഉള്ളൂ, ഒന്ന് ഒരു 1 ഒരു 0.
C2 എടുക്കുമ്പോൾ നമുക്കറിയാം 2 ഇന്റർവൽസ് ആണുള്ളത്. അപ്പോൾ അവിടെ 2 ലെഫ്റ്റ് പോയിന്റും 2 റൈറ്റ് പോയിന്റും ഉണ്ട്. C3 ആകുമ്പോൾ അങ്ങനെ നമുക്ക് നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എഴുതി A1 A2 A3 എക്സെട്ര നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് 0 and 1s that act as the set of directions for how to locate C within C. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ സീക്വൻസും കറസ്പോണ്ടിങ് ദ പോയിന്റ് ഇൻ ദി കാൻഡിഡേറ്റ് സെറ്റ്. ഇത് ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം എന്താണ്? കാൻഡിഡേറ്റ് സെറ്റിലെ എലമെന്റ്സിനെയാണ്. ഓരോ കാൻഡിഡേറ്റ് സെറ്റിലെ എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ആണ് നമുക്ക് വരുന്നത്. ബിക്കോസ് ദി സെറ്റ് ഓഫ് സീക്വൻസ് 0 and 1s ഈസ് അൺകൗണ്ടബിൾ. സീക്വൻസ് 0യും 1ഉമായിട്ട് വരുന്ന സെറ്റ് അൺകൗണ്ടബിൾ ആണ്. അപ്പം നമ്മുടെ കാൻഡിഡേറ്റ് സെറ്റിലെ എലമെന്റ്സും ഇതുമായിട്ട് ഈക്വലന്റ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് പറയാം C is a uncountable set. C means candidate set is uncountable. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റ് വളരെ തിൻ ആണെന്ന് തോന്നുമെങ്കിലും ആക്ച്വലി സെറ്റിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ രണ്ട് ചെറിയ ഡെഫിനേഷനിലേക്ക് പോവാണ്. ഓപ്പൺ ആൻഡ് ക്ലോസ് സെറ്റ് നമുക്കത് അറിയാവുന്ന സെറ്റുകളാണ്. അതുപോലെ തന്നെ എപ്സിലോൺ നൈബർഹുഡ്. ഓക്കെ, നമ്മളൊരു ടോപ്പോളജിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതുന്നതേ ഉള്ളൂ. Given A belongs to R and epsilon greater than 0, recall that the epsilon neighborhood of A is the set V epsilon of A equal to set of all x belongs to R such that mod x minus A is less than epsilon. Mod x minus A less than epsilon ആയിട്ട് വരുന്ന എക്സുകളുടെ കളക്ഷൻ ആണ് വി എപ്സിലോൺ ഓഫ് എ. അപ്പൊ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. എലമെന്റിന് റൈറ്റിലേക്ക് എപ്സിലോൺ എടുക്കുക, ലെഫ്റ്റിലേക്ക് എപ്സിലോൺ എടുക്കുക. ഓപ്പൺ ഇന്റർവൽ ആണ്. അതിന് ഇടയ്ക്ക് വരുന്ന എല്ലാ പോയിന്റ്സിന്റെയും കൂടി കളക്ഷൻ ആണ് വി എപ്സിലോൺ ഓഫ് എ. ഓക്കെ, in other words, V epsilon of A is the open interval A minus epsilon, A plus epsilon centered at A with a radius epsilon. Okay, ഇതാണ് നമ്മൾ സാധാരണ പറയുന്നത്. V epsilon of A is the open interval A minus epsilon, A plus epsilon centered at A with a radius epsilon. നമ്മൾ ടോപ്പോളജിക്കൽ വേർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും V epsilon of A equal to set of all x belongs to R. Mod x minus A is less than epsilon. Then next definition is open. അപ്പോൾ ഓപ്പൺ സെറ്റ് നമുക്ക് കേട്ട് നമ്മൾ നല്ല പരിചയമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ഓപ്പൺ ഇന്റർവെലാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് ഒരു സെറ്റ് O is contained in R is open if for all points A belongs to R there exists a neighborhood V epsilon of A is contained in O. O എന്ന് പറയുന്ന സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ ഓയിലെ ഏത് എലമെന്റ് എടുത്താലും അല്ലെങ്കിൽ എല്ലാ എലമെന്റ്സിനും ഒരു എപ്സിലോൺ നൈബർഹുഡ് നമുക്ക് കണ്ടെത്താൻ പറ്റണം. ആ ഒരു നൈബർഹുഡ് നമ്മുടെ സെറ്റിൽ ഉണ്ടാവുകയും വേണം. നമ്മൾ ഓപ്പൺ ഇന്റർവൽ 0 1 എടുക്കുന്നു. ഓപ്പൺ ഇന്റർവൽ 0 1 എടുത്താൽ നമുക്കറിയാം 0യും ഇല്ല 1ഉം ഇല്ല. അപ്പൊ 0യുടെ റൈറ്റിലുള്ള ഏതൊരു പോയിന്റ് എടുത്താലും നമുക്കൊരു വളരെ ചെറിയ ഒരു എപ്സിലോണിനെ കൺസിഡർ ചെയ്താൽ അവിടെ ഒരു ഓപ്പൺ ഇന്റർവലിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ 1ന്റെ ലെഫ്റ്റിലേക്ക് ഏത് നമ്പറിനെ എടുത്താലും നമുക്ക് 1 ആ നമ്പറിനെ സെന്റർ ആക്കിക്കൊണ്ട് ഒരു ചെറിയൊരു നൈബർഹുഡ് വളരെ ചെറിയ പോയിന്റ് 0 0 0 0 0 1 എപ്സിലോൺ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിനേക്കാട്ടിൽ പോയിന്റ് ചെറുതാക്കിക്കൊണ്ട് നമുക്കൊരു നൈബർഹുഡ് കണ്ടെത്താൻ പറ്റും. ആ നൈബർഹുഡ് ഫുൾ ആയിട്ട് നമ്മുടെ സെറ്റിൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നമ്മൾ ക്ലോസ്ഡ് ഇന്റർവൽ 0 1 എടുക്കുന്നു. അപ്പൊ നമുക്കറിയാം 0യും 1ഉം നമ്മുടെ സെറ്റിലുണ്ട്. അപ്പൊ ഞാൻ 0യെ സെന്റർ ആക്കി ഒരു നൈബർഹുഡ് കൺസിഡർ ചെയ്താൽ 0കളെ ലെഫ്റ്റ് പോർഷനിലും 0 ആണ് സെന്റർ. അപ്പൊ എപ്സിലോൺ ഡിഫറൻസ് റേഡിയസ് ആക്കിയിട്ട് ഞാനൊരു ഓപ്പൺ ഇന്റർവെൽ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ ആ 0ക്ക് ലെഫ്റ്റിലുള്ള പോയിന്റ്സ് എന്താണെങ്കിലും വരും. എത്ര ചെറിയ എപ്സിലോൺ എടുത്താലും അവിടെ കുറച്ച് പോയിന്റ്സ് വരും. ആ പോയിന്റ്സ് പക്ഷെ നമ്മുടെ ക്ലോസ് ഇന്റർവൽ 0 1 ഇല്ല.
അതുപോലെ 1 എടുത്തിട്ട് എത്ര ചെറിയ നെയ്ബർഹുഡ് എടുത്താലും 1ന് റൈറ്റിലേക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് വരും. ആ പോയിന്റ്സ് നമ്മുടെ ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ഇല്ല. അതുകൊണ്ട് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവൽ 0,1 ഓപ്പൺ ആണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇന്റർവൽ ഓപ്പൺ ഇന്റർവൽ ആകുമ്പോൾ നമുക്കറിയാം ഏത് പോയിന്റ് എടുത്താലും ഇപ്പൊ പോയിന്റ് 0,0,0,0,0,1 എന്ന് പറയുന്ന ഒരു പോയിന്റിനെ സെന്റർ ആക്കിക്കൊണ്ട് എനിക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് 0,0,0,0,0,0,0,1 എന്ന് പറയുന്ന ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ഓപ്പൺ സെറ്റ് ഫോം ചെയ്ത് ആ സെറ്റ് ഫുള്ളായിട്ട് നമ്മുടെ ഓപ്പൺ ഇന്റർവൽ 0,1 കാണും. അങ്ങനെ വരികയാണെങ്കിലാണ് നമ്മുടെ സെറ്റ് ഓപ്പൺ ആണെന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഡെഫിനിഷൻ നോക്കാം. എ സെറ്റ് O is contained in R is open if for all points A belongs to O there exists an epsilon neighborhood P epsilon of A contained in O. ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ ഒരു എപ്സിലോൺ നൈബർഹുഡ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ എപ്സിലോൺ നൈബർഹുഡ് നമ്മുടെ ആ സെറ്റിൽ O എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടെങ്കിൽ ആ സെറ്റ് ഓപ്പൺ ആണെന്ന് പറയും. അതായത് O എന്ന് പറയുന്ന സെറ്റ് ഈസ് ഓപ്പൺ. Some examples. The simple example of an open interval is R itself. R ലെ ഏത് എലിമെന്റ് എടുത്താലും അതിന്റെ ഒരു നെയ്ബർഹുഡ് കൺസിഡർ ചെയ്താൽ അത് R ൽ തന്നെ ഉണ്ടാവും. So R is an open set. Okay. The next is open intervals. ഏത് open intervals എടുത്താലും അതൊരു open set ആണ്. Open interval CT set of equal to set of all x belongs to R. C less than x less than D open interval definition ആണ്. അപ്പം x എന്ന് പറയുന്ന ആളിന് ഞാൻ C D എടുത്തു. ഞാനൊരു എപ്സിലോൺ കൺസിഡർ ചെയ്യാണ്. മിനിമം ഓഫ് x മൈനസ് C D മൈനസ് x. അതിൽ ഏതാണോ മിനിമം ആ മിനിമത്തിൽ എടുത്തുകൊണ്ട് ഞാൻ എപ്സിലോണിനെ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് ഞാനൊരു എപ്സിലോൺ നെയ്ബർഹുഡ് കൺസിഡർ ചെയ്യുന്നു. V എപ്സിലോൺ ഓഫ് x. അത് എപ്പോഴും നമ്മുടെ ഓപ്പൺ ഇന്റർവലായ സി ഡിയിൽ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ വരുന്നത് കൊണ്ട് അതായത് ഈ നൈബർഹുഡ് സി ഡി എന്ന് പറയുന്ന ഓപ്പൺ ഇന്റർവൽ ഉള്ളത് കൊണ്ട് ദ ഓപ്പൺ ഇന്റർവൽ സി ഡി ഈസ് ഓപ്പൺ സെറ്റ്. ഓക്കെ. നമ്മളിനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂണിയൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ സെറ്റ് ആൻഡ് ഇന്റർസെക്ഷൻ ഓഫ് ഫൈനൈറ്റ് കളക്ഷൻ ഓഫ് ഓപ്പൺ സെറ്റ് ഈസ് ഓപ്പൺ. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. നമ്മൾ പറഞ്ഞു R ഈസ് ഓപ്പൺ. നമുക്കറിയാം R ഈസ് യൂണിയൻ ഓഫ് സം ഓപ്പൺ സെറ്റ്സ്. സോ R ഈസ് ഓപ്പൺ. ആർബിട്രറി കളക്ഷൻ ആണ്. ഓപ്പൺ സെറ്റ്സിന്റെ ആർബിട്രറി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം സെറ്റ് ഓഫ് റിയൽസ് ആണ് കിട്ടുന്നത്. സോ അതും ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഓക്കെ. താങ്ക് യു.